எண்ணிட்டியா? எத்தனை ஆளு, எவ்வளவு வண்டி? 35 லாரிங்க ஐயா, 350 ஆளுங்க. സുബ്രഹ്മണ്യം മുതലാളിയല്ലേ? ഞാൻ ചെല്ലപ്പൻ, ഇവിടുത്തെ മണൽവാരി തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയാ. யூனியனுக்கு தானே செக்ரட்டரி? ஓடுற ஆத்து காழ்ற மணலுக்கு முதலாளி இல்லையே. வந்த விஷயத்தை பாரா. ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. 5 പണിക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവന്നാൽ 10 പേരെ ഇവിടുന്ന് എടുക്കണം. 10 ലോറി അവിടുന്ന് വന്നാൽ 15 ലോറി ഇവിടുന്ന് വിളിക്കണം. ലോഡൊന്നിന് ഞങ്ങൾ നിശ്ചയിക്കുന്ന ഒരു തുകയുണ്ട്. ആ കാശ് കൃത്യമായി കിട്ടുകയും വേണം. என்னடா அது வம்பு? கான்ட்ராக்ட் எடுக்கும்போது இது மாதிரி கண்டிஷன்லாம் கண்டுட்டு இல்லையே. வேற மாதிரி கண்டிஷனுக்குள்ள கையெழுத்திட்டு. അത് സർക്കാർ കാര്യം, ഇത് യൂണിയൻ കാര്യം. ஓ யா, அப்ப நம்ம 2 பேரும் ஒரு காரியம் செய்யலாம். அரசாங்க சட்ட பிரகாரம் நான் செய்யறேன், யூனியன் சட்ட பிரகாரம் நீ செய். எது வேணாலும் செய். അങ്ങനെ പുറത്തുനിന്ന് ആരും ഇവിടെ വന്ന് ഷൈൻ ചെയ്തിട്ടില്ല. ഈ നാട് അല്പം കുഴപ്പമാണ്. லோக மேப்ல எத்தனை ஊர் இருக்கோ அத்தனையிலையும் காலடி வச்சுட்டு வந்தவனா. உன் உருட்டல் மிரட்டல்ல என்கிட்ட வச்சுக்காத. അല്ല, പറഞ്ഞു കഴിഞ്ഞില്ല. ആലോചിച്ചിട്ട് മതി, തിരക്കില്ല. അവരിവിടുത്തെ കൊടി കുത്തിയ ആളുകളാ. നമ്മൾ തമ്മിൽ ഒരു ധാരണയിൽ പോയാൽ ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. കയ്യിൽ നിന്ന് എത്ര പോയോ അതിന്റെ കൂട്ടത്തിൽ കുറച്ചുകൂടി ഞാൻ വാങ്ങിച്ചു തരാം. വല്ല നാട്ടിലും വന്നു കിടന്നിട്ട് എന്തിനായി തലവേദന? எனக்கு வெளியூர் உள்ளூர்னு வித்தியாசம் கிடையாது. எல்லா ஊரும் என் ஊர் தான். யாதும் ஊரே யாவரும் கேளீர். எனக்கு ഒരുപാട് ജോലിയുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല മുഴുവനും. ஏதாவது சொல்லணும்னா ஒரு பேப்பர்ல எழுது, கொண்டுட்டு போய் போலீஸ் ஸ்டேஷன்ல கொடு, இல்லாட்டி போனா கோர்ட்ல கொண்டுட்டு போய் கொடு. இனிமே உங்ககிட்ட சம்சாரிக்கணும்னு அவசியம் கிடையாது. ஓ അല്ല படா. ചെറുപ്പത്തില് ഞാൻ നമ്പൂതിരിക്കട്ടെ ഒരുപാട് എടുത്ത് നടന്നിട്ടുള്ളതാ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ടവന്റെ പാടവും പറമ്പും നിരങ്ങാൻ കിട്ടുന്ന കാശോണ്ടേ മാസാമാസം വണ്ടിയുടെ തവണ അടയ്ക്കാൻ തികയൂല. ഇതാവുമ്പോ 3 മാസത്തേക്ക് വേറൊരു പണി അന്വേഷിക്കണ്ട. ദിവസവും പണി. കാശിത്തിരി കുറവാണെങ്കിലും അത് കൃത്യമായിട്ട് കിട്ടും. തമിഴന്മാര് നിറവുള്ളവരാ. ഓഹോ, തൊട്ടതിനും പിടിച്ചതിനും അവിടെ ചെന്ന് വഴക്കുണ്ടാക്കായിരുന്നാ മതി. തോന്നുട്ടേട്ടൻ തഞ്ചത്തിലാ മുതലാളിയെ കണ്ട് സംസാരിച്ച സബ് കോൺട്രാക്ട് നമുക്ക് കിട്ടും, ഉറപ്പാ. ഓ ശരി 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 ശരി. മുതലാളിയോട് നീ പറഞ്ഞാ മതി. അതെന്താ? എനിക്കൊരു മൂടില്ല. അവിടെങ്ങാനും ചെന്ന് ഇടങ്ങാറുണ്ടാക്കി അതിനിടയില്. ഇങ്ങനെ വർത്താനം പറഞ്ഞ സമയം കളഞ്ഞാൽ വേറെ വല്ലതും ചെന്ന് ഉറപ്പിക്കും. ചെല്ലേ. ഓ, ഞാൻ പറയാം, ഞാൻ നല്ല മൂടില്ലല്ലോ. ആ ചെല്ലേ ചെല്ലേ. തമിഴ് പറയേണ്ടി വരുമോ? ഇയാള് കുറച്ചാള് കഥകളിയൊക്കെ പഠിച്ചതല്ലയോ? ചെന്ന് ആംഗ്യത്തിൽ ചോദിക്കേ. ചിലപ്പോ ആ നമസ്കാരം. என்னப்பா? മണല് വരുന്ന ജോലി കിട്ടുമോന്ന് അറിയാനാ. அந்த வண்டி யாருது? ഗോന്നുകുട്ടിയേട്ടന്റെ. ஓ அவனா? எதா ஓய் சுகந்தனியோ? ആ അതെ. ஐஸ் வேணுமா? വേണ്ട, நாளைக்கு வேலைக்கு வந்து. മുതലാളി നേരത്തെ അറിയോ? നിനക്ക് മാത്രമേ ഈ ഗോവിന്ദൻകുട്ടി ഒരു ബഹുമാനം ഇല്ലാതുള്ളൂ. അറിയോ? കേറ് കേറ്, നീ വാ. ഗോമതിയേച്ചിക്കും കമലത്തിനും വിശേഷമൊന്നുമില്ലല്ലോ? ഒരു വിശേഷവും ഇല്ല, പരമസുഖം. പിന്നെ ഈയിടെയായിട്ടൊരു അസുഖമുണ്ട്, കിടന്നാ ഉറക്കം വരായ. വേറൊന്നുമല്ല, അവർക്കിപ്പോ എന്നെ എങ്ങനെയെങ്കിലും അവിടുന്ന് പുകച്ച് പുറത്തേടിക്കണം. പെണ്ണും പിടക്കോഴി ഇല്ലാത്തവരെന്തിനാ പൂസത്ത്? അങ്ങനെ പറയിക്കാൻ നിന്നുകൊടുത്തിട്ടല്ലേ. ആയുസിന്റെ നല്ലൊരു ഭാഗം വെറുതെ കളയണമെന്ന് എന്തെത്ര വാശി. ആ ചോദ്യം ഏതായാലും നന്നായി. പാഴാക്കി കളയരുത്
എന്ന് തന്നെയാ എൻ്റെ ആശ. മോഹം ഉണ്ടായ നാള് മുതല് ഒരു ജീവിതം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. മനസ്സുണ്ടോ നിനക്ക്? ഇപ്പോഴും ഞാൻ തയ്യാറാ. നിന്നെ ആട്ടിയിറക്കിയ അതേ തറവാട്ടിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാൻ നിന്നെ ഒരുത്തരും തടയാൻ പറ്റില്ല. പറഞ്ഞോ? പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും എന്നെ കൊണ്ട് പറയിക്കണോ പേട്ട? ആ, നിനക്ക് നിന്റെ മനസ്സ് മാറ്റാൻ പറ്റില്ല. ഞാൻ നന്നാവുകയും വേണം. രണ്ടും രണ്ടു വഴിക്കാ. പിന്നെങ്ങനെ ശരിയാവുക? ഗോവിന്ദൻകുട്ടി ഇപ്പോഴും വൈകിയാ വരാറ്? പണി കൂടുതലുണ്ടാകും ചിലപ്പോ. എന്തെങ്കിലും എവിടെങ്കിലുമൊക്കെ കറക്കി നടക്കാനേ അവന് തോന്നും. ഇപ്പൊ ഇവിടം വിട്ട് എവിടേക്കെങ്കിലും പോയാ മതിന്നാ അവന്റെ മനസ്സില്. അന്യനാട്ടിലാവുമ്പോ നാഴിക്ക് 40 വട്ടം കുത്തുവാക്ക് കേൾക്കണ്ടല്ലോ. അത്രയും സ്വസ്ഥത കിട്ടും അവന്റെ മനസ്സിന്. എങ്ങോട്ടെങ്കിലും പോവുക തന്നെ നല്ലത്. അപ്പോഴത്തേനും അതെന്നെയാണോ പറയണേ? നിനക്ക് നിരാശ ഉണ്ടാകാൻ വേണ്ടി പറയല്ല. ആ പ്രതീക്ഷ ഇനി വേണ്ട. അയാൾ വരില്ല. അതിന്റെ സമയം ഒരുപാട് വൈകി. ഗോവിന്ദൻകുട്ടിയെ ഞാനൊന്ന് അന്വേഷിച്ചത് പറയാം. ഒറ്റ വണ്ടി ഇവിടുന്ന് അനങ്ങൂല. ഈ തൊഴിലാളികളുടെ പ്രശ്നം തീരാതെ ഇവിടുന്ന് ഒരു തരി മണ്ണ് പോവില്ല. വണ്ടി എങ്ങാനും മുന്നോട്ട് എടുത്താൽ ഇവിടെ കത്തിക്കും. അങ്ങനെ ഒരു വരുത്തൽ ഇവിടെ വന്ന ആളാകണ്ട. അടിച്ചു പൊളിക്കണം. വണ്ടി അനക്കരുത്. അനക്കാൻ അവിടെ കുത്തി കയറും. അവനിവിടെ ആളാകണ്ട. അടിയടാ അവനെ. ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നം പറയാൻ നീ ആരാടാ? കൂലിക്കെല്ലാം നടക്കുന്ന യുവമാരാടാ തൊഴിലാളികള്. പണിയെടുക്കുന്ന ഞങ്ങളാടാ. ചുണയുണ്ടെ തടയാൻ വന്നോണ്ടല്ലോ നിന്റെ കൂടെ വീല് കയറ്റി ഞാൻ ഇറക്കും. അറിയാലോ നിനക്കെന്നെ? വലിയ ആഫീസ് കളിക്കാൻ വന്നിരിക്കും. ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. നിന്നെ ഞാൻ കണ്ടോളാം. പുല്ലേ നീ എവിടെ പോന്നു? ഞാൻ പുറത്തുണ്ടാവും. ചിരിക്കണ്ട. എന്ന് പറഞ്ഞ ആ മുതലാളിയെ തല്ലാൻ പോയപ്പോല്ലേ ഞാൻ അതിൽ ഇടപെട്ടെ. ഗോവിന്ദേട്ടന് ഇവിടെ ഉള്ളവരാണോ വലുത്, അതോ വല്ലയിടത്തുനിന്ന് വന്ന അങ്ങേരോ? എന്തായാലും നെറുകേടിന്റെ കൂടെ ഞാൻ നിൽക്കത്തില്ല. കാണിച്ച ചെല്ലപ്പോൾ ഒറ്റയ്ക്കില്ലെന്നും അതിന്റെ കൂടെ ചില തറവാടികൾ ഉണ്ടായിരുന്നെന്നും എനിക്കറിയാം. അങ്ങനെ പറയൂ. അപ്പോ അറിഞ്ഞോണ്ട് തന്നെ ഇടപെട്ടത്. നോക്ക് എന്തിനീ, ഈ മാലയാണ് സത്യം. അറിഞ്ഞോണ്ടല്ല ഇടപെട്ടത്. ഇനി നേരിട്ട് വന്നാലും നെറുകേട് കാണിച്ച ഗോവിന്ദൻകുട്ടി ഇടപെടും. വീട്ടിൽ ചെന്ന് പറഞ്ഞേക്കും. ഇത്തിരി സമയം ഉണ്ടാക്കി ഞാൻ ഓടി വന്നതേ വഴക്കുണ്ടാക്കാനല്ല, വേറൊരു കാര്യം പറയാനാ. തോർത്തു നുടുക്ക്. അമ്പലത്തിൽ ചെറുപ്പാണ്. വീട്ടുകാരുടെ കൂട്ടത്തില് വഴിപാടിന് ഗോവിന്ദൻകുട്ടി ചേട്ടന്റെ പേര് കൊടുത്തിട്ടുണ്ട് അപ്പുഅമ്മ. സമയത്ത് മാറിക്കളയരുത്. ഞാൻ വരണില്ല എന്ന് വെച്ചാലോ? വരാതിരിക്കല്ല വേണ്ടത്. ഒരു ഒച്ചയും ബഹളം ഉണ്ടാക്കാണ്ട് പേര് വിളിക്കുമ്പോ മര്യാദക്കാരനായി വന്ന് പ്രസാദം വാങ്ങിച്ച് നെറ്റി തൊടണം. അത് തന്നെ. അവനിരുന്ന് പാടുന്നു. ആരാണ്ട് വരുന്നുണ്ട്. ഞാൻ പോകും. ഒരു 20 രൂപ കുറവുണ്ടല്ലോ. അത് ഞാൻ വായി ഗുളിക വാങ്ങിച്ചു തന്നു. 20 രൂപയ്ക്കോ? അല്ലാതെ പിന്നെ മേല് നമ്പരം മാറണ്ടേ?
ആ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലുതമ്പരം മാറ്റി മാറ്റി വണ്ടി അവസാനം ഭയങ്കര ഉണ്ടു. അപ്പൊ നമ്മൾ വേറെ ലോറി വാങ്ങിക്കും, 2 എണ്ണം. മുതലാളി ഞാനിടെ ചാടി വീണില്ലായിരുന്നെങ്കിലേ എല്ലാരും കൂടി ഇടിച്ചാലുള്ള ഷേപ്പ് മാറ്റിയാണ്. കറക്റ്റ്. അല്ല പിന്നെ മുണ്ടും മടക്കി കുത്തി മുതലാളി അവന്റെ കർണത്തടിച്ചപ്പോ അവൻ ചത്തുപോകാൻ സാധ്യത ഉണ്ടായിരുന്നു പറയായിരുന്നു ഞാൻ. ஏய் மலையாளம் பேசுறதுக்கு மட்டும்தான் தடுமாறும், பச்சை கேட்டா ஒண்ணு விடாம மனசுதாகும். அறியோ? ഇപ്പൊ അറിഞ്ഞു. ஏய் இவட நோக்கு, நான் நாடோடி மாதிரியான ஊர்ல எனக்கு கான்ட்ராக்ட் தீர்ந்தால் நான் வேற ஒரு இடத்துக்கு போவேன். பச்சை நீங்களாம் இங்கேயே ஜீவிக்கிறவங்க, எனக்காக உங்க ஆட்களை எல்லாம் ஏன் விரோதியாக்கிக்கிறீங்க? എനിക്ക് വിരോധികളെ ഉള്ളൂ. അടിച്ചും അടി കൊണ്ടും നല്ല ശീലമാണ്. പക്ഷെ മുതലാളി അങ്ങനല്ല, അന്യനാട്, പരിചയമില്ലാത്ത ആൾക്കാര്. ഇപ്പൊ സൂക്ഷിക്കേണ്ടത് അല്ലേ? நான் உனக்கு கவசம் மாட்டலான்னு நினைச்சேன், பட் அதே கவசத்தை எனக்கு மாட்டி என்ன ஜாக்கிரதையா இருக்கணும்னு പറയുന്നു. സാബാഷ്. ഞാൻ അന്നേ പറഞ്ഞില്ലേ തമിഴന്മാര് നല്ല ആളുകളാന്ന്. ഓഹോ ഓഹോ. തഞ്ചത്തെ മണിയടിച്ച് നിന്നാ ഇത്തിരി കാശ് മുൻകൂർ വാങ്ങിച്ചെടുക്കാം, ബാങ്കുകാരുടെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുക്കാം. എന്താ തിരുമേനി പറഞ്ഞേ? അല്ല, ഇത്തിരി കാശ് ഒന്നിച്ച് കിട്ടിയാ ബാങ്കിലടയ്ക്കാമെന്ന് പറയായിരുന്നു. ആ പോയതാരാ? ആരോട് ചോദിച്ചിട്ടാ എന്റെ പേര് ചെറുപ്പിന് കൊടുത്ത്? ആ പോയത് ആരാണെന്നാ ഞാൻ ചോദിച്ചത്. എന്റെ പേര് ചെറുപ്പിന് കൊടുത്ത് ആരോട് ചോദിച്ചിട്ടെന്നാ ഞാൻ ചോദിച്ചത്. ആരോടും ചോദിച്ചിട്ടല്ല. തറവാട് വക ഒരു വഴിപാട് നടക്കുമ്പോ നീയും അമ്പലത്തിൽ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നി. എന്താ വരില്ലെന്നുണ്ടോ? വരണമെന്നില്ല. വേണ്ട, പക്ഷെ പേര് വിളിക്കുമ്പോ നീ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടെ ഉണ്ട് അവിടെ. അവളുടെ മനസ്സ് നീ നോക്കരുത്, അതേ എനിക്ക് പറയാനുള്ളൂ. സാർ പാല്. പപ്പൻ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലമായി? 7 കൊല്ലമായി സാർ. എന്റെ നാടങ്ങ് കുറെ വടക്ക. அதுக்கு முன்னால இந்த பாலம் இல்ல, ஆத்துல வெறும் தோணி சர்வீஸ் தான் இருந்துச்சு. സാർ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഒരു കാര്യം പറയാനുണ്ട്. തല്ലുണ്ടാക്കാൻ വരുന്നവരുടെ പുറകിൽ പുത്തമ്പരക്കലെ ആൾക്കാരാണ്. എന്തിനും മടിക്കാത്ത വർഗമാണ് അവർ. നിസ്സാരമാക്കി തള്ളണ്ട. ആ ഗോവിന്ദൻകുട്ടിയുടെ ബലത്തില് അവരെ ചെറുക്കാനൊന്നും പറ്റില്ല. அவன் ஆம்பளப்பா, எப்படி அடக்கிடுவான்? അതെ അതെ, ഒരുമ്പെട്ട് ഇറങ്ങുന്നവന് മുന്നും പിന്നും നോക്കണ്ടല്ലോ. തള്ളയുടെ വയറ്റിൽ കിടക്കുമ്പോൾ നാട് വിട്ടുപോയതാ തണ്ട. കണ്ടാ കുത്തിക്കീറുമെന്നും പറഞ്ഞാൽ അവന്റെ നടപ്പ്. ആ വൈരാഗ്യമാണ് നാട്ടുകാരുടെ കരണക്കുറ്റിക്ക് തീർക്കുന്നത്. അല്ലാതെ മുതലാളിയോടുള്ള കൂറൊന്നുമല്ല.